ഏകദേശം ഇപ്പം ഞാൻ ഈ ലെനോവോ എല്ലോക്ക് പറഞ്ഞിട്ടുള്ള ഈ ലാപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ഇയറിന് അടുത്തവനായി. ഞാൻ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് ഞാൻ 1 ഇയർ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അങ്ങോട്ട് പറയാൻ പോകുന്നത്. മോർ ഓവർ ദൻ സ്പെക്സ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ തന്നെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലാപ്പ് ഗെയിമിങ്ങിന് എങ്ങനെയുണ്ട്, ഈ ഒരു ലാപ്പ് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ട്, ഈ ഒരു ലാപ്പ് സ്റ്റുഡൻസിന് സ്യൂട്ടബിൾ ആണോ, അതോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് പി സി വേണോ അതോ ഗെയിമിംഗ് ലാപ്പ് ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സ്ട്രീമർ ആവാനാണ് എന്തുണ്ടെങ്കിൽ ഈ ലാപ്പ് അതിന് സൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കാം. ഈ ഒരൊറ്റ വീഡിയോ കാണുകൊണ്ട് എനിക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്ത് തരാൻ പറ്റും. നിങ്ങളൊരു ഗെയിമിംഗ് ലാപ്പ് എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെനോവോ എല്ലോക്കാണ് ഈ ഒരു മോഡൽ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ആർക്കാണ് ശരിക്കും ഈ ലെനോവോ എല്ലോക്യൂ എന്നുള്ള ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവാന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ, ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആവട്ടെ മെറിറ്റ്സ് ആവട്ടെ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിവ്യൂ തുടങ്ങുന്ന മുന്നായിട്ട് അത് തന്നെ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ലെനോവോ എല്ലോക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡ് എൻ്റെ വാപ്പാൻ്റെ ഒന്നുമില്ല. അതത് എനിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ പൊക്കിയടിക്കേണ്ട ഒരാവശ്യമില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലാപ്പിൻ്റെ സ്പെക്ക് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഞാൻ ഈ യൂസ് ചെയ്യണ ഈ ഒരു വേരിയൻറ്റിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ഈ വേരിയൻ്റെ സ്പെക്ക് എന്നാൽ RTX 4050 6GB ഗ്രാഫിക് കാർഡാണ് ഇതിലുള്ളത് വിത്ത് Ryzen 7 8845HS. ഇതിൽ വരുന്ന റോം എന്ന് പറഞ്ഞാൽ 512GB ആണ്, റാം എന്ന് പറഞ്ഞാൽ 60GB ആണ്. ഏകദേശം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലെത്തുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്ക്രീനാവട്ടെ ഒരു LCD ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആകുമ്പോൾ ചില ആൾക്കാർ മുഖം ചൊല്ലിച്ചു, LCD ഡിസ്പ്ലേ LED ഡിസ്പ്ലേ അല്ലേ സ്ക്രീൻ കിട്ടും, 1.5 ലക്ഷം മേലാവും, പറ്റുമോ? ഉണ്ടോ സെക്യൂറായി? പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് 144 Hz റിഫ്രഷ് റേറ്റ്. അത് നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഗെയിമിംഗ് ആവട്ടെ എല്ലാം ആവട്ടെ നല്ല സ്മൂത്തായിട്ട് നടക്കും. പിന്നെ ഇതിൻ്റെ LCD ഡിസ്പ്ലേ പറയുമ്പോൾ ഫോണിൻ്റെ LCD ഡിസ്പ്ലേയും ലാപ്ടോപ്പിൻ്റെ LCD ഡിസ്പ്ലേയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ലാപ്പിൻ്റെ ഡിസ്പ്ലേൻ്റെ ഈ ഒരു കളറിൻ്റെ പഞ്ചിനെസ് ആവട്ടെ ഷാർപ്പ്നെസ് ആവട്ടെ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ലെനോവോ ഒരിക്കലും മോശമല്ല. പിന്നെ ഗോസ്റ്റ് സ്ക്രീൻ ആവും, നിങ്ങൾ വല്ലാണ്ട് പിടിച്ച് അങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചാൽ ഗോസ്റ്റ് സ്ക്രീൻ വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു സ്പെക്ക് എന്ന് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെയിം വേരിയൻറ്റ് കുറച്ച് വില കുറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, RTX 3050 വിത്ത് Ryzen 5 ഓർ Intel i5. ഞാൻ എപ്പോഴും മിനിമം ഈ 2026 നിങ്ങൾ ഈ ഒരു ലെനോവോ എല്ലോക്ക് പറഞ്ഞ മോഡൽ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെക്കുന്ന മിനിമം സ്പെക്ക് എന്ന് പറഞ്ഞാൽ RTX 3050 6GB ഗ്രാഫിക് കാർഡ് ഓർ Ryzen 5 ഓർ Intel i5. ഒരിക്കലും RTX 2050 എടുക്കരുത്, വിച്ച് ഈസ് നോട്ട് ഇനഫ് ഫോർ 2026. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു വെച്ചെന്നുള്ളൂ. ഓക്കെ, ഇനി ഒരുപാട് ആൾക്കാർ കാത്തിരുന്നാവാൻ വേണ്ടി. ഓക്കെ, ഈ ഒരു ലാപ്പ് ഗെയിമിങ്ങിന് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ലാപ്പിൽ അത്യാവശ്യം എല്ലാ ഗെയിംസും ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ലാപ്പിൽ നമുക്ക് AAA ടൈറ്റിൽസിൽ ഒരുപാട് ഗെയിംസിൽ പറ്റും. കാരണം അതിൽ DLSS 3 ഉണ്ട്. ഞാൻ അതിൽ GTA 5 കളിച്ചിട്ടുണ്ട്, ഫോർട്ട്നൈറ്റ് കളിച്ചിട്ടുണ്ട്, മൈൻക്രാഫ്റ്റ് വിത്ത് ഹൈ എൻഡ് ഷെയ്ഡേഴ്സ് കളിച്ചിട്ടുണ്ട്, RDR2 കളിച്ചിട്ടുണ്ട്, പിന്നെ PUBG PC കളിച്ചിട്ടുണ്ട്, ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ FPS വെച്ച് കാണുന്നുണ്ടെങ്കിൽ GTA 5 എനിക്ക് 80 to 100 FPS കിട്ടിയാണ്. അത് നിങ്ങൾ ഓർക്കണം. ഞാൻ OBS ഹൈ സെറ്റിങ്സിൽ എന്ത് ചെയ്യും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യും ആദ്യം എൻ്റെ ഗെയിം പ്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഡിയോ ഞാൻ എടുക്കും. വീഡിയോ എടുക്കൽ ഞാൻ ഫോണിൽ, ഓഡിയോ ഞാൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് GTA 5 റൺ ചെയ്യണം. സ്റ്റിൽ എനിക്ക് 80 to 100 FPS കിട്ടി. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ 2026 ഗെയിമിംഗ് ലാബ്സ് തന്നെ അത്ര വീക്കായിട്ടുള്ള കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ. ഫോർട്ട്നൈറ്റിലാണെന്നുണ്ടെങ്കിൽ 80 to 115 FPS കിട്ടി, PUBGക്കാണെന്നുണ്ടെങ്കിൽ 100+ FPS കിട്ടി, ഫുട്ബോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് വനില മൈൻക്രാഫ്റ്റ് എനിക്ക് 150+ FPS കിട്ടീന്. ഒരു ഷെയ്ഡ് ഇട്ട് അത് 150 to 200 FPS കിട്ടിയിട്ട്. ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറയും. ഓക്കെ, അത് നിങ്ങൾ ഓർക്കണം. ഷെയ്ഡേഴ്സ് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡേഴ്സ് പ്ലസ് സ്ക്രീൻ റെക്കോർഡ് പ്ലസ് ഓഡിയോ എടുക്കുമ്പോഴാണ് FPS ഡ്രോപ്പ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ Ryzen 7 8845HS ഉള്ള ഇതിലെ പ്രൊസസ്സർ അത്രയും മൾട്ടി ടാസ്കിങ് അത്ര രീതിക്ക് ചെയ്യും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ Ryzen 7 16 ത്രെഡ് ഉണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും 4 or 2 ത്രെഡ് അതിൽ ബാക്കി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ പിന്നെ ഗെയിമിങ്ങിൻ്റെ കേസൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 4K ഗെയിമിംഗ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലാപ്പ് ശരിയാവും എനിക്ക് തോന്നുന്നില്ല. 4K ഗെയിമിംഗ് സപ്പോർട്ടാണ് ലാപ്പ് ലെനോവോ ലീജൻ്റെ ഒക്കെ, അതൊക്കെ 3-4 ലക്ഷം റുപ്യക്കാവും. ഞാൻ പറയുന്നത് ഗോ ഫോർ എ PC. ഓക്കെ, 4K ഗെയിമിംഗ് ലാപ്പ് എടുക്കില്ല. ഇപ്പോൾ 1080p ഏത് AAA ടൈറ്റിൽസ് വേണമെങ്കിൽ ഇതിൽ കളിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു സാധാരണ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് പ്ലെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ വേണ്ടി വരും. പക്ഷേ നിങ്ങൾ അത്യാവശ്യം കളിക്കുന്ന ഏത് AAA ടൈറ്റിൽസും നിങ്ങൾക്ക് ഇതിൽ പോകും. ഇപ്പോൾ ഈ 2026 കുറേ AAA ടൈറ്റിൽസ് കളിക്കാൻ ചില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, അത് ഞാൻ വെച്ചില്ല. പക്ഷേ അത്യാവശ്യം എല്ലാ ഗെയിമും 1080p ഏത് ഗെയിമുകളും കളിക്കാൻ പറ്റും, ഏത് AAA ടൈറ്റിൽസ് ഗെയിംസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ള വെച്ചാൽ പിന്നെ ഇതിലൊരു
ഒരു വേഴ്സ് സിനാരിയോ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് പ്ലഗ് ഇൻ ചെയ്താണ്ട് മാത്രമല്ല പ്ലഗ് ഇൻ ചെയ്യാതെ ഇങ്ങനെ ഗെയിം കളിക്കാം. അത് അവിടെയാണ് ഇതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇതൊരു പീസ് ഓഫ് അതാണ് നമുക്ക് മടുക്കുക. കാരണം അത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാതെ ഗെയിം കളിച്ചാൽ വിത്തിൻ 1 hour 100% ബാറ്ററി സീറോക്ക് പോകും. അതായത് നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ RTX 4050 Ryzen 7 8845 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് പവർ വേണം. ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ കൂടിയും അത്രയും വലിയ പ്രൊസറിനെയും ഈ ഗ്രാഫിക്സ് കാർഡിനും അത് ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് അതിലൊരു പ്രൊസറിങ് ഗ്രാഫിക് കാർഡിനും അതിൻ്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ബാറ്ററിക്ക് അധികം കഴിയില്ല. നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 4 to 6 hours ഒക്കെ കണ്ടിന്യൂസ്ലി ഇരുന്ന് ഗെയിം കളിച്ചേക്കണം. മൈൻക്രാഫ്റ്റ് ആവട്ടെ GTA 5 ആവട്ടെ ഒരു ഇഷ്യൂ ഇല്ല. തെർമൽസൊക്കെ അടിപൊളിയായിട്ട് മാനേജ് ചെയ്യും. കാരണം ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം വരുന്നത് നിങ്ങൾ ഗെയിമിംഗ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ലെനോവോ ലുക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഇവിടെ ഗെയിമിംഗ് വരുമ്പോൾ ഇതിൻ്റെ മറ്റേ കൂളിംഗ് സിസ്റ്റം വരുന്നത് ബാക്കിലാണ്. നിങ്ങൾ അസൂസിൻ്റെ ടഫ് ഗെയിമിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഇങ്ങനെ ഈ സൈഡിലായിട്ട് വരും, ഇവിടെ വരും. അതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇവിടെ മൗസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കൈയൊക്കെ വീർക്കും. ഞാൻ ഓല റിയൽ യൂസേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, അത് ഓരോ പറയുന്ന പ്രശ്നമാണ്. ലെനോവോ എല്ലൊക്കെയുള്ള ഓല കൂളിംഗ് സിസ്റ്റം ഫുൾ ബാക്കിലാണ്. അത് ഒരു ഹീറ്റും ഒരു ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് മുന്നിക്ക് കിട്ടില്ല. അത് ആൾ മുന്നിൽ ഭയങ്കര ക്ലീനായി കാരണം ഒരു ഹീറ്റും ഇല്ലാതെ ഇങ്ങനെ കളിച്ചു പോകാൻ പറ്റും. അത് ഫുൾ തെർമൽ ഫാൻ നോയ്സ് അതൊക്കെ ബാക്കിക്ക്. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഫാൻ നോയ്സ് ആ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് ലാപ്പിന് പൊതുവേ നോയ്സ് ഉണ്ടാവില്ല. പക്ഷേ അതൊന്നും അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ സൗണ്ട് പക്ഷെ ഞാൻ പേടിച്ചൊരു സാഹചര്യം ഉണ്ട് ഈ ലാപ്പ് എടുത്തത്. ഈ ലാപ്പ് എടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ലാപ്പ് പുതുതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാം, തന്നെ ഈ ലാപ്പ് എടുത്തിട്ട് ഒരു അപ്ഡേറ്റ് ഒന്നും ചെയ്യാതെ പോയിട്ട് ഗെയിം കളിച്ചാൽ ഭയാനകരമായിട്ടുള്ള ഫാൻ നോയ്സ് ഉണ്ടാവും. ഞാൻ ആകെ പേടിച്ചു വരും, ഇതെല്ലാം കംപ്ലൈൻറ്റ് ഉള്ളതാണ് ഇത്. പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കളിച്ചപ്പോൾ അത് നോർമലായി ഫാൻ നോയ്സ്. ഓക്കെ, പിന്നെ ഹീറ്റ് നല്ല രീതിക്ക് മാനേജ് ചെയ്യും. നിങ്ങൾക്ക് 4 to 6 hours ഒക്കെ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട വെച്ചാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വേരിയൻ്റ് പറഞ്ഞാൽ 516 GB വേരിയൻ്റ് ഇനി ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ 1 TB എടുക്കണേന്. പക്ഷേ ഇവിടെ ഉള്ള കാരണം അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ലാപ്പിൽ നമ്മൾ പറഞ്ഞ ലാപ്പിലൊക്കെ വെച്ചാൽ നമ്മളിത് അയച്ചു നോക്കിയാൽ നമുക്ക് ഇവിടെ 2 സ്ലോട്ടാണ് കഴിയും. അതിൽ 512 GB എന്നുള്ളത് നമുക്ക് 1 TB ആക്കാൻ പറ്റുവാണെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മൾ അഡീഷണൽ ക്യാഷ് എടുക്കണമെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 16 GB റാം ഉണ്ട്. റാം ഒന്നും ഇപ്പോൾ എനിക്ക് കൂട്ടണം തോന്നിയില്ല. പക്ഷേ മാക്സിമം 32 GB റാം വരെയും കൂട്ടാനും പറ്റും. എക്സ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എക്സ്പയർ ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഗെയിമിങ്ങിൻ്റെ കാര്യം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിരിക്കട്ടെ. പിന്നെ നിങ്ങളൊരു ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു 1K ആൻറ്റിയും ഒരു 50K ആൻറ്റിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മോർ ദാൻ ഇനഫ് ഗെയിമിങ്ങിന്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഗെയിമിംഗ് കളിക്കാം, AAA ടൈറ്റിൽസ് ഗെയിംസ് കളിക്കാം, വിത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗെയിമേഴ്സിൻ്റെ കാര്യം വെച്ചാൽ. പിന്നെ പീസിൻ്റെ അത്ര ടോപ്പിൽ വെച്ച് പെർഫോമൻസും പ്രതീക്ഷിക്കരുത്. പക്ഷേ പീസിനായിട്ട് കാണുമ്പോൾ ഒരു 80% ഓഫ് ടൈമും ഓക്കെ ആയിരിക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് ഗെയിമും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം ഏകദേശം മനസ്സിലായല്ലോ. അതും പ്ലഗ് ഇൻ ചെയ്യാതെ ഒന്നും നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ലാപ്ടോപ്പാണ്, പോർട്ടബിലിറ്റി ഉണ്ട്, പരിയെന്നല്ല. എനിക്ക് അങ്ങാടിയിൽ നിന്ന് ഗെയിം കളിച്ചാൽ പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കളിച്ച 1 മണിക്കൂർ കഴിഞ്ഞ് പരിഗണന കൊണ്ടുവരേണ്ടി വരും ബാറ്ററി കഴിഞ്ഞാണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് വെച്ചാൽ എഡിറ്റിംഗ്. ഈ ഒരു ലാപ്ടോപ്പ് എഡിറ്റിങ്ങിന് എങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ്. ഞാൻ ഇഷ്ടം പോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്ത് നോക്കിക്കണേ. ക്യാപ് കട്ട് ആവട്ടെ, ഡാവിൻസി റിസോൾവ് ആവട്ടെ, മറ്റേ എന്തായാലും പേര് ഫിൽമോറ, പിന്നെ ക്ലിപ്പ് ചാമ്പ്, അങ്ങനെ ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുഴപ്പമില്ല. ഞാൻ 4K പോലും വീഡിയോ എഡിറ്റ് ചെയ്താണ്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. അതെന്താ എനിക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ Ryzen 7 അത്ര നല്ല Ryzen 7 8000 സീരീസ് ആണ്. ഞാൻ 4K വരെ വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. റെൻഡറിങ് ആവട്ടെ അടിപൊളിയാണ്. പിന്നെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ലാഗും ഇല്ല. പിന്നെ നമ്മൾ ഈ ഒരു ക്യാപ് കട്ട് പോലത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലൊക്കെ അങ്ങനെ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഓലെ ഈ ഫിൽറ്റേഴ്സും എഫക്ട്സ് ഒക്കെ ഓൺ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഈസി ആയിട്ട് ചെയ്യണം. നിങ്ങൾ ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും ഒരു എഡിറ്ററിനെ സമയത്തോളം. അതിപ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊരു ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ ഞാൻ അപ്പം തന്നെ പറഞ്ഞല്ലോ, ഡാവിൻസി റിസോൾവ് ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ തന്നെ ആ എഡിറ്റിങ്ങിൽ ഇത് തീർന്നു പോയി. കാരണം ബാക്കിയുള്ള ഡാവിൻസി റിസോൾവ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഇതിൽ ഓടും. നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ലാപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് ഇനിയിപ്പോൾ ക്യാപ് കട്ട് യൂസ് ചെയ്യാനാവട്ടെ, ഡാവിൻസി റിസോൾവ് ഞാൻ പറഞ്ഞല്ലോ എന്ത് എഡിറ്റിംഗ് ഉള്ളതാണ്. കാരണം വെച്ചാൽ പിന്നെ കൂടുതൽ ആൾക്കാർ ഈ 4K എക്സ്പോർട്ട് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഞാൻ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ കൂടുതൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യില്ല 1080p 60 FPS. കാരണം ഹൂ ഗോണ വാച്ച് ഇൻ 4K. ഞാൻ എൻ്റെ ചെങ്ങന്മാരുടെ ഒക്കെ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു വെച്ചാൽ കൂടുതൽ ആൾക്കാർ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കാണുന്നത് 720p നിങ്ങൾ 4K എക്സ്പോർട്ട് ചെയ്യുക, പക്ഷേ സ്റ്റിൽ ഒരു കാണുന്നത് 720p. അപ്പോൾ ഇപ്പോഴും 2026 സ്റ്റാൻഡേർഡ് ക്വാളിറ്റി 1080p ആണ്.
അപ്പോൾ 1080p വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1080p 4K പറ്റും. പക്ഷേ ഞാൻ ഈ 2026 ഒരു ബേസിക് ക്വാളിറ്റി പറഞ്ഞാൽ 1080p ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ തീർന്നിട്ടില്ലല്ലോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു ലാഗോ ഒന്നുമില്ല. കാരണം Ryzen 7 എന്ന് പറഞ്ഞ പ്രൊസസ്സർ അതിനായിട്ട് അത്രയും കോമ്പാറ്റബിൾ ആണ്. വിത്ത് RTX 4050 ഗ്രാഫിക്സ് കാർഡുമായിട്ട് വരുമ്പോൾ നോ ഇഷ്യൂ. ഓക്കെ, പിന്നെ ആകെപ്പാടെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഈ 512 GB എന്നുള്ളതിൻ്റെ പകരം ഒരു 1 TB സ്റ്റോറേജ് ഇല്ലതാണെന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ നമ്മൾ ഈ 4K 1080p ലോങ് വീഡിയോസൊക്കെ ക്യാപ് കട്ട് അല്ലെങ്കിൽ ഡാവിൻസി റിസോൾട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഡാവിൻസി റിസോൾവൊക്കെ ഇതിൽ വർക്ക് ചെയ്യും, പക്ഷേ ഡാവിൻസി റിസോൾവ് യൂസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഞാനൊക്കെ 1 മന്തോളം ട്യൂട്ടോറിയലൊക്കെ കണ്ട് ഡാവിൻസി റിസോൾവ് വെച്ചാണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അതിൽ കളർ ഗ്രേഡിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു ഷോർട്ട് ഫിലിം മേക്കർ അങ്ങനത്തെ രൂപത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാവിൻസി റിസോൾവ് ഈ ലാപ്പും ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ അത് കളർ ഗ്രേഡിങ് പോലത്തെ ഹൈ എൻഡ് കാര്യങ്ങളും ഡാവിൻസി റിസോൾവിലുണ്ട്. പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേഷനെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല ഡാവിൻസി റിസോൾവിൻ്റെ അത്രയൊന്നും ആവശ്യമുണ്ട്. ക്യാപ് കട്ട് ഈസ് മോർ ദാൻ ഇനഫ്. ക്യാപ് കട്ട് PC വേഷൻ. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറഞ്ഞുള്ള കേസാണ് ഫോർ സ്റ്റുഡൻസിന് ഈ ലാപ്പ് എങ്ങനെ ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങൾ അബ്രോഡൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരാണ്. ഇടയ്ക്കിട്ട് നിങ്ങൾ വീട്ടിലും വരും, ഇടയ്ക്കിട്ട് ബാംഗ്ലൂരും പോകും. നിങ്ങൾക്ക് ബാംഗ്ലൂർ അവിടെ നിന്ന് ഗെയിമിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, അതും ഓക്കെ നടക്കും. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠന കാര്യത്തിലാണെന്നില്ലേ, ഇപ്പോൾ നിങ്ങൾ BCA സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലത്തെ കാര്യങ്ങളാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇതിൽ സിമ്പിളായിട്ട് നടക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓൽക്കും ഇതിൽ നടക്കും. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ട്രേഡിംഗ് ചെയ്യുന്ന ആളുണ്ട്, ഓൻ പറഞ്ഞതിൽ ട്രേഡിംഗ് ചെയ്യാൻ കംഫർട്ടബിൾ ആണെന്ന് ഈ ലാപ്പ് വെച്ചാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കും. അത് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ കോഡിങ്, വീഡിയോ എഡിറ്റിങ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ നിങ്ങളൊരു പവർ ഹൗസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനത്തെ യൂസിന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പാരൻസിൻ്റെ അടുത്ത് പോയി കണ്ട് ഒരു സ്റ്റുഡൻസ് വേണ്ട എനിക്കൊരു PC വേണം ഗെയിം കളിച്ചാൽ വേണ്ടി പറഞ്ഞാൽ പോലെ ആരും മേടിച്ചു തരാൻ തന്നെ മുകളിൽ അതാണ് ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ പക്ഷേ നിങ്ങളെ പഠന കാര്യത്തിനായിട്ട് സ്റ്റുഡൻസ് അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വർക്കും നടക്കും, നിങ്ങൾക്ക് നിങ്ങളെ ഗെയിമിങ്ങും നടക്കും, നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ പോലത്തെ സംഭവങ്ങളുടെ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങും നടക്കും. മനസ്സിലായല്ലോ? ഇതാണ് സ്റ്റുഡൻസിനെ സമയത്തോളം. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം, പവർ പ്ലഗിൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഗെയിം കളിക്കാരനെ അവിടെ പോയി കളിക്കാരനെ പ്ലഗിൻ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളം മോർ ദാൻ ഇനഫ്. എനിക്ക് തോന്നുന്നില്ല സ്റ്റുഡൻസ് ഒന്നും വലിയ കോമ്പറ്റേറ്റീവ് ഗെയിമിംഗ് ഒന്നും ചെയ്യുമ്പോൾ ഹൈ FPS അത്ര വലിയ കോമ്പറ്റേറ്റീവ് ഗെയിമിംഗ് ഒന്നും സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കും ചെയ്യാം, എന്നാൽ അവർക്ക് അവിടെ പ്ലഗിൻ ചെയ്യാമല്ല, ഓരോ വർക്ക് സ്പേസിൽ അവർക്ക് പ്ലഗിൻ ചെയ്യാനുള്ള സൗകര്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സ്റ്റുഡൻസിന് ഇത് കോമ്പാറ്റബിൾ ആണെന്ന് മനസ്സിലായല്ലോ. പിന്നെ സ്റ്റുഡൻസിന് കോമ്പാറ്റബിൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഓർക്കണം, ബാറ്ററിൻ്റെ കാര്യം ഓർക്കണം എന്നുള്ളത് എപ്പോഴും ഞാൻ പറയും. ഓക്കെ, അത് വീണ്ടും എടുത്ത് പറയാം. ഇത് എടുത്ത് കഴിഞ്ഞ അവസാനം റിഗറ്റ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ലാപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും റിഗറ്റ് വന്നിട്ട് ഈ കാര്യമൊക്കെ മുൻകൂട്ടി അറിയണം. ഗെയിമിംഗ് ഒന്നും മറ്റേ പ്ലഗിൻ ചെയ്ത കളിച്ച 1 മണിക്കൂറിനുള്ളിൽ തീർന്നു പോകുന്നുണ്ട്. സ്റ്റുഡൻസ് ആവട്ടെ ഗെയിമേഴ്സ് ആവട്ടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് പറയണത്. ഇനിയിപ്പോൾ ഈ ലാപ്പിന് മറ്റ് ലാപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് കിടിലം പോലത്തെ മെറിറ്റ്സുകളുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് വെച്ചാൽ ഇതിൻ്റെ കൂളിംഗ്, ഇതിൻ്റെ തെർമൽ സിസ്റ്റം വരുന്നത് ബാക്കിലാണ്. അത് മറ്റേ ഇപ്പോൾ ടഫ് ഗെയിമിങ്ങിനൊക്കെ ഈ സൈഡിലാണ് വരുന്നത്, ഇതിന് ബാക്കിലാണ് വരുന്നത്. അത് വളരെ നല്ലൊരു ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ പോർട്ടുകൾ, ഇതിന് 2 USB-A പോർട്ടുകളുണ്ട്, ശ്രദ്ധിച്ചോ. പിന്നെ ഒരു ചാർജിങ് പോർട്ടുണ്ട്, 145 വോട്ടിൻ്റെ ചാർജിങ് പോർട്ടുണ്ട്, 175 വാട്ടിൻ്റെ ഒരു വലിയൊരു കട്ട ചാർജറും ഉണ്ട്. നല്ല അത്യാവശ്യമൊക്കെ വെയിറ്റൊക്കെ അല്ലേ, എന്നാലും ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇത്ര വലുപ്പമുള്ള സാധനത്തിൽ ഇതൊക്കെ പാടെ കൂടി വർക്ക് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഓൾ ഇൻ വൺ പീസ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം. അപ്പോൾ വെച്ചാൽ അത് പിന്നെ ഇവിടെ ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ട്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്ത് ഇന്നെ വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ, ഈ ലാപ്പിൻ്റെ വെബ് ക്യാം കൂടെ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഒരു പേടിയുണ്ടാവും. ആ വെച്ചാൽ അതിന് ഇവിടെ ഒരു ഫിസിക്കൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലാപ്പിൻ്റെ ഒരു ഫിസിക്കൽ ബട്ടൺ വെച്ചാൽ ആ വെബ് ക്യാമിനെ മറക്കും. അതൊരു ക്വാളിറ്റിയാണ്. അത് പിന്നെ ഇതിൻ്റെ ഈ പോർട്ടുകളൊക്കെ ബാക്കിലുണ്ട്. നമ്മൾ വീഡിയോ എഡിറ്റിംഗ്, ഇപ്പോൾ ഞാനൊക്കെ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഇതിൽ തന്നെ കുത്തിക്കും. കാരണം ഇതിൻ്റെ USB-A പോർട്ട് എപ്പോഴും ബാക്കിൽ ലീവ്, മുന്നിക്ക് നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ കിട്ടും. മുന്നിക്കാണെന്നുണ്ടെങ്കിൽ ഫാൻ നോയ്സും ഉണ്ടാവില്ല, പിന്നെ അഗ്ലി വയേഴ്സ് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ഇവിടെ ഞാൻ iPhone യൂസ് ചെയ്യാം, iPhone 14 യൂസ് ചെയ്യല്. അപ്പോൾ വെച്ചാൽ ഇവിടെ ഒരു C പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ C പോർട്ട് ടു ലൈറ്റിംഗ് വെച്ചാൽ ഐഫോണും ചാർജ് ചെയ്യാം. അതായത് ഞാൻ ഈ ഒരൊറ്റ ലാപ്പ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ചാർജർ യൂസ് ചെയ്യില്ല. ഈ ലാപ്പിൽ നിന്ന് തന്നെ നേരെ എൻ്റെ iPhone C ടു ഇതൊന്ന് ചാർജ് ആവുകയും ചെയ്യും. എൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ഈ USB-A എന്നും ചാർജ് ആവുകയും ചെയ്യും. പിന്നെ എതർനെറ്റ് ആ സംഭവം ഉണ്ടല്ലോ, അതും പാടുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെറിറ്റ്സായി വരുന്നത്. പിന്നെ ഏതൊരു കോയിനും 2 വശങ്ങളുടെ പറഞ്ഞ പോലെ ഇതിനുണ്ട് ഡീമെറിറ്റ്സ്. ഇതിൽ ഏറ്റവും വലിയ ഡീമെറിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വെറുത്തു പോകുന്ന പറഞ്ഞുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ വെബ് ക്യാമാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത എന്തൊരു
എനിക്ക് സത്യം അറിയില്ല, പെറ്റതുള്ള സഹിച്ചില്ല അറിയില്ല. അതാണ് ഇതിൻ്റെ വെബ് ക്യാമിൻ്റെ അവസ്ഥ. അത് ഇതെന്നല്ല, ഒട്ടുമിക്ക എല്ലാ ഗെയിമിംഗ് ലാപ്പിൻ്റെ അവസ്ഥ തന്നെ. ഞാൻ പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ ഒന്ന് കൊടുക്കുമായിരുന്നു. ഒരു 720p വെബ് ക്യാം അല്ലത്, പക്ഷെ അത് ആകെ ബ്ലറി, ആകെ അലമ്പോ. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെബ് ക്യാം ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കെന്തോ തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഗെയിമിംഗ് ലാപ്പിനായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നോർമലാണ്, ഒരു ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീക്കർ. കാരണം ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഐഫോൺ 14ഒക്കെയാണ്. ഈ ഐഫോൺ 14 യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന് വരുന്ന നല്ല ഷാർപ്പ് ആൻഡ് ക്വാളിറ്റി ഓടിയ കാരണം ഈ ഐഫോൺ 14 വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാപ്പിൻ്റെ ഇത് സംഭവം ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കർ നയോമിക് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റീരിയോ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഗെയിമിംഗ് ലാപ്ടോപ്സ്, അത് ഗെയിമിംഗ് ലാപ്പിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിയാണ്, അത്യാവശ്യത്തിന് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ഒരു 7/10 കൊടുക്കുക. പക്ഷേ എനിക്ക് അത്ര കണ്ട് പറ്റില്ല. പിന്നെ ഡീമെറിറ്റിലെ മെയിൻ കാര്യമാണ് ഞാൻ പറഞ്ഞ ഈ ബാറ്ററിൻ്റെ കാര്യം. ഇപ്പോൾ നിങ്ങൾ മാക് ബുക്കൊക്കെയാണ് ആലോചിച്ച് നോക്കുക. മാക്കിൽ ഗെയിമിംഗ് നടക്കില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് പ്ലഗ് ഇൻ ചെയ്യാത്ത സമയത്താണെന്നുണ്ടെങ്കിലും 8 to 10 hours മറ്റേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന മാക്കുകൾ ഉണ്ട്. ഇവന്ന് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇതിലാണെന്നെങ്കിലോ 1 മണിക്കൂർ, അതത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈവൻ ഗെയിമിംഗ് അല്ല എന്ന് കരുതിക്കോ, ലെനോവോ വാൻറ്റേജ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ലെനോവോയിൽ. അതിലിങ്ങനെ ഇതിന് നമുക്ക് ഓരോ മോഡ് വെച്ചുകൊണ്ട് ഇട്ട് മാറ്റാൻ പറ്റും. അത് പെർഫോമൻസ് മോഡ് എന്ന മോഡുണ്ട്. ആ പെർഫോമൻസ് മോഡിൻ്റെ സമയത്ത് നമ്മൾ ഹൈ എൻഡ് ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്താണ് നമ്മൾ പെർഫോമൻസ് മോഡ് ഇടുക. പെർഫോമൻസ് മോഡിൽ ഇടുമ്പോൾ നമ്മൾ ലാപ്പിനോട് എന്ത് പറയുന്നുണ്ട്, ഞാൻ ഹൈ എൻഡ് ഗെയിംസ് കളിക്കാൻ പോകുക, അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫാൻ നോയ്സ് അത് കൂട്ടും, പെർഫോമൻസ് അത് കൂട്ടും, മാക്സിമം ഡിസ്പ്ലേക്ക് പെർഫോമൻസ് കിട്ടും. പക്ഷേ അതിലിടാതെ നമ്മൾ ഏറ്റവും ലോ എൻഡിലിട്ട് കളിച്ചത്, ഏറ്റവും ലോ എൻഡ് ക്വയറ്റ് മോഡ് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. ലെനോവോ വാൻറ്റേജിലാണ് ഇതിൻ്റെ പവർ എങ്ങനെ മാനേജ് ചെയ്യുന്നത്. ഈ ക്വയറ്റ് മോഡിലിടുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ക്വയറ്റ് മോഡിലിട്ട് കണ്ട് ഏറ്റവും കുറവ് സ്പെക്കിൽ ലാപ്പ് വർക്ക് ചെയ്യിപ്പിച്ച് കണ്ട് പ്ലഗ് ഇൻ ചെയ്യാതെ വെറുതെ ഇൻ്റർനെറ്റ് സ്ക്രോൾ ചെയ്താൽ പോലും 2 to 3 hours അല്ലെങ്കിൽ 3 to 4 hours ബാറ്ററി തീർന്നു പോകും. അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. അത് മനസ്സിലായല്ലോ. പോർട്ടബിലിറ്റി പറഞ്ഞാലും അത്ര കുറച്ച് ടൈം നമുക്ക് ബാറ്ററി കിട്ടുള്ളൂ. പക്ഷേ പ്ലഗ് ഇൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ കണ്ടിന്യൂസ്ലി 6 to 7 hours ഒക്കെ ഗെയിമിംഗ് ചെയ്തിട്ടുണ്ടാകും, മാനേജ് ചെയ്തിട്ടുണ്ട് ഇത്. കാരണം Ryzen 7 എന്ന് പറഞ്ഞ പ്രൊസസ്സർ പറഞ്ഞാൽ അത്രയും മൾട്ടി ടാസ്ക് ഉണ്ട്, 16 ത്രെഡ്സ് ഉണ്ട്, അത്രയും പവർഫുള്ളാണ്. പിന്നെ RTX 4050 എന്ന് പറയുന്നത് അത്ര മോശം ഗ്രാഫിക്സ് കാർഡും അല്ല, മിഡ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. പിന്നെ ഡീമെറിറ്റ്സിൽ പിന്നെ ഞാൻ പ്രൈസിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു ലാപ്പിൻ്റെ മാത്രമല്ല, മൊത്തം ലാപ്പിൻ്റെയും ഒരു ഡീമെറിറ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം അത് ഇപ്പം നേരം അടുത്തുണ്ടായത്, ഇതുവരെ ഉണ്ടായതല്ല, ഇപ്പം നേരം അടുത്തുണ്ടായത്. ഞാൻ ഈ ഒരു ലാപ്പ് എടുക്കുന്ന ടൈമിൽ എനിക്ക് അത്ര അതിൻ്റെ പ്രൈസ് ഒന്നും അറിയാം, 83,000 രൂപ. ഇപ്പോൾ ഈ സെയിം ലാപ്പ് 4050 Ryzen 7 8845 സെയിം ലാപ്പിൻ്റെ പ്രൈസ് ആയിട്ട് നിങ്ങൾ നെട്ടിപ്പോവും. 83,000 എന്നുള്ള ലാപ്പ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ 93,000 രൂപ. കാരണം എന്താ, അത് വളരെ സിമ്പിളാണ്. കാരണം വെച്ചാൽ AI പോലത്തെ കമ്പനീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റാമും മറ്റേ VRAM ഓലെന്ത് ഇത് പറഞ്ഞു, ഒരു കമ്പനീസിനോട് പറഞ്ഞു നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺസിനും ലാപ്ടോപ്പിനും VRAM ഇതൊക്കെ കൊടുക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ക്യാഷും തരാം. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. കണ്ടോ, എന്തിൻ്റെ അവൈലബിലിറ്റി കുറയണതോ അപ്പോൾ ആ സാധനത്തിന് വാല്യൂ കൂടും. അതാണ് ഈ ലോകത്തിൻ്റെ നിയമം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിമിംഗ് ലാപ്പിനും ഈ നമ്മുടെ സ്മാർട്ട് ഫോൺസിനൊന്നും ഇപ്പോൾ റാമും റോമും ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഈ AI കമ്പനീസ് കാരണം. AI നമുക്ക് കൊല്ലാൻ പറ്റും. അപ്പോൾ എന്ന് വിചാരിച്ച് ആ പ്രൈസ് ഹൈക്കും വിചാരിച്ച് കണ്ട് ലാപ്പ് ഞാൻ ഇനി പ്രൈസ് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി നിന്നാൽ നിങ്ങൾ മരിച്ചു. കാരണം ഇനി കുറയലുണ്ടാവില്ല. കാരണം AI കമ്പനീസൊക്കെ റാമും വിറാമൊക്കെ അങ്ങനെ കൂടും. അപ്പോൾ ഇതിൻ്റെ വില എന്തായാലും കൂടും. ഇപ്പോൾ ഇതിന് കറൻറ്റ്ലി വരുന്ന 93,000 രൂപ. ഞാൻ പറഞ്ഞല്ലോ, മിനിമം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 2026 വെല്ലോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70,000 രൂപയ്ക്കാണ് മിനിമം ബഡ്ജറ്റ് വരുന്നത്. അതിൽ മിനിമം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വരുന്ന പ്രൊസസ്സർ പറഞ്ഞാൽ Ryzen 5 Intel i5 കാരം. ഗ്രാഫിക്സ് കാർഡ് വരുന്നത് RTX 3050 കാരം, 6GB ഗ്രാഫിക്സ് കാർഡിൻ്റെ RTX 3050 6GB ഗ്രാഫിക് കാർഡ് തന്നെ എടുക്കണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ എപ്പോഴും പറയാം 2026 ഒരിക്കലും RTX 2050 എന്ന പ്രൊസസ്സർ എടുക്കുന്നത്, വിച്ച് ഇസ് നോട്ട് ഇനഫ് ഫോർ 2026. ഓക്കെ, ആ അത്ര പവർഫുൾ അല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാഴ്ചയിൽ RTX 3050 30 to 40% പവർഫുൾ ആണെന്ത് RTX 4050 എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റിലൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, എനിക്കൊരു ഗെയിമിംഗ് PC വാങ്ങണോ അതോ ഒരു ഗെയിമിംഗ് ലാപ്പ് വേണോ, ഒരു PC ബിൽഡ് ചെയ്യണോ ലാപ്പ് വേണോ? ഇവർ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഗെയിമിംഗ് ലാപ്പിന് പോർട്ടബിലിറ്റി ഉണ്ട്, ഡെസ്ക്ടോപ്പിന് പോർട്ടബിലിറ്റി ഇല്ല. പക്ഷേ ഡെസ്ക്ടോപ്പിന് കൂടുതൽ റോ പെർഫോമൻസ് കൂടുതൽ കിട്ടും, ഗെയിമിംഗ് ലാപ്ടോപ്പിന് അത്ര റോ പെർഫോമൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ PC കുറച്ചും കൂടെ ബൾക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഗെയിമിംഗ് ലാപ്പ് പറഞ്ഞാൽ കുറച്ച് ലിമ്മേക്കാരം. ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞുതരാം.
ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് അബ്രോഡൊക്കെ പോയിട്ട് പഠിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്ക് ഫ്രോം ഹോം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പനി അങ്ങനെയൊക്കെ അങ്ങനെ മാറുന്ന ആൾക്കാരാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് BCA പോലത്തെ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഗെയിമിംഗ് ലാപ്പാണ് നിങ്ങൾക്ക് ഓപ്ഷൻ. കാരണം ഡെസ്ക്ടോപ്പ് എടുത്ത് ഒടുന്നും കൊണ്ട് എടുത്ത് മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ PC-ൻ്റെ അത്ര റോ പവർ ലാപ്പിനില്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഈ ഗെയിമിംഗ് PC എടുക്കേണ്ട ആൾക്കാരൊക്കെ, അത് നിങ്ങൾ ഗെയിമിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ മറ്റേ ഈഗിൾ ഗെയിമിങ് അല്ലെങ്കിൽ ഈ സായി പോപ്പി പോലത്തെ അങ്ങനത്തെ ആൾക്കാർ ഗെയിമിങ്ങിൽ കരിയർ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങളൊരു PC ബിൽഡ് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ അത്ര പവർഫുൾ ആയിട്ടുള്ള PC. കാരണം വെച്ചാൽ ഈ ഒരു ലാപ്പിൻ്റെ പവർ തന്നെ, ഞാൻ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് വെച്ച് പറയാം, 1 ഇയർ യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ്. ഈ ലാപ്പിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ തന്നെ നമ്മളാരും യൂസ് ചെയ്യില്ല. അതാണ് ഹാർഷ് റിയാലിറ്റി. വളരെ കുറച്ച് സമയക്കാലം ഈ ലാപ്പിനൊക്കെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള PC നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് PC വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ വേണം. ഞാൻ ഭാവിയിൽ GTA 6 ഒക്കെ സ്ട്രീം ചെയ്യാൻ പോവാണ്, ഞാൻ ഭാവിയിൽ GTA 6 ഒക്കെ ഗെയിം പേർ കളിച്ച് വീഡിയോ ഇടാൻ പോവാണ്, ഞാൻ ഭാവിയിൽ GTA 6 ഒക്കെ അങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെ വേണം. പിന്നെ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് ഗെയിമറാണ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് കോമ്പറ്റേറ്റീവ് ഗെയിമേഴ്സ്. ഓൾക്ക് പറഞ്ഞാൽ ഹൈ FPS അങ്ങനത്തെ ഒക്കെ വേണ്ടി വരും. ഓൾക്കൊക്കെ ഏറ്റവും നല്ലത് ഗെയിമിംഗ് PC കാരൻ, മനസ്സിലായല്ലോ. പിന്നെ ഗെയിമിംഗ് PC-യിൽ അടുത്തൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഗെയിമിംഗ് PC-യിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര കസ്റ്റമൈസബിൾ ആണ്. ഇപ്പോൾ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് RTX 3050 എനിക്ക് ഇത് മടുത്ത് 2030 ഞാൻ ഇനി RTX 59 ഇട്ടിട്ട് പറഞ്ഞാൽ CPU നേരെ തുറക്കുക, അവന് വിളിച്ചിട്ട് ആൾക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ സ്വന്തം മാറ്റാൻ ആൾക്കാരുണ്ട് RTX 5090 മാറ്റിക്കാണ്ട് 3050 മാറ്റാണ്ട് 59 വെക്കാൻ പറ്റും. പക്ഷേ ലാപ്ടോപ്പ് ബിൽറ്റിനായിട്ട് വരുന്നത് മാത്രമേ പറ്റുള്ളൂ. ഇതിൽ സ്റ്റോറേജും റാമും കൂട്ടാന്നല്ലാതെ ഒരിക്കലും ഇതിലുള്ള ഗ്രാഫിക്സ് കാർഡോ പ്രൊസറോ പിന്നീട് മാറ്റൽ സാധ്യമല്ല. അതാണ് ലാപ്ടോപ്പിൻ്റെ കാര്യം, മനസ്സിലായല്ലോ. പിന്നെ പണ്ട് ഒരു 2020 എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഗെയിമിംഗ് ലാപ്പ് ഒരിക്കലും ഭയങ്കര മോശമാണെന്നുള്ള രൂപത്തിലൊക്കെ ആൾക്കാർ പറയില്ലേ. പക്ഷേ ഇപ്പോൾ ഈ 2026 എടുത്ത് നോക്കുമ്പോൾ ഗെയിമിംഗ് ലാപ്പിൻ്റെ പെർഫോമൻസ് അത്ര മോശമല്ല എന്നുള്ള സത്യങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഫാൻ നോയ്സ്, PC-നെക്കാളും ഫാൻ നോയ്സ് ഫോർ ഷുവർ ഗെയിമിംഗ് ലാപ്പിനുണ്ടാവും. കാരണം നിങ്ങൾ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് നോക്ക്, ഇതാകെ ഇത്ര വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫാനിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഈ സൈസേ ഉള്ളൂ. ഒരു ഗെയിമിംഗ് PC പറയുമ്പോൾ അത്രയും സ്പേസ് ഉണ്ട്, അത്രയും എയർ കൊള്ളാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻ നോയ്സൊക്കെ കുറയും, അതിൻ്റെ ഹീറ്റിങ്ങും കുറയും. പിന്നെ ചിലപ്പോൾ ഗെയിമിംഗ് PC ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനേക്കാളും ഡ്യൂറബിൾ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഗെയിമിംഗ് PC-ൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അത്ര പവർ ഹങ്കർ ആണോ എന്നുള്ളത് എൻ്റെ ചോദ്യം. പിന്നെ ഗെയിമിംഗ് PC ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ അത്ര ലോ കോസ്റ്റ് ഒന്നുമല്ല ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെയും റാമിൻ്റെ ഒക്കെ വില എടുത്ത് നോക്ക്, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഒരിക്കലും സ്റ്റുഡൻസ് ഒന്നും, ഞാൻ പറയുമ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും PC കണ്ട നിങ്ങൾ ലാപ്പ് എടുത്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓൾറൗണ്ടറായിട്ടെല്ലാം നടക്കും. അതായത് നിങ്ങൾക്ക് പോർട്ടബിലിറ്റിയും കിട്ടുകയും ചെയ്യും, നിങ്ങളെ വർക്ക് സ്പേസും വേണമെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം, നിങ്ങൾക്ക് ഗെയിമിങ്ങും ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും നടക്കും, നിങ്ങൾക്ക് ഡിജിറ്റൽ വേൾഡിൽ കരിയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ പറയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ നിങ്ങളൊരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരിൽ പൈസ ചിലവാക്കുന്നത് ഒരിക്കലും നഷ്ടമാവില്ല, നിങ്ങൾക്കത് നല്ലതായിരിക്കും. കാരണം ഈ വീഡിയോ എഡിറ്റിംഗ് പഠിക്കണതാവട്ടെ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സ്കില്ലാണ്. ഇത് പഠിക്കുമ്പോൾ പൈസ നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾ ആ കരിയറിൽ സീരിയസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത് ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടല്ലോ, നിങ്ങൾക്ക് PC എടുക്കണോ അതോ ലാപ്പ് എടുക്കണോ എന്നുള്ളത്. PC കുറച്ചും കൂടെ പവർഫുള്ളാണ്, പക്ഷേ പോർട്ടബിലിറ്റി ഇല്ല. ഗെയിമിംഗ് ലാപ്ടോപ്പ് അത്ര പവർഫുൾ അല്ല, പക്ഷേ പോർട്ടബിലിറ്റി ഉണ്ട്. പിന്നെ ഇന്നെപ്പോലുള്ള ചില ആൾക്കൊക്കെ ഒരു ഇതുണ്ട്. കാരണം PC ഭയങ്കര ബൾക്കാണ്, ഇത്ര വലിയൊരു CPU, അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു മോണിറ്റർ അങ്ങനെയൊക്കെ. പക്ഷേ ലാപ്പ് പറയുമ്പോൾ വൺ ഡിവൈസിൽ നിൽക്കും, അത് കുറച്ച് ബ്രെയിൻ ഫോഗ് കുറക്കും. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട്, ചിലർക്കൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് നിൽക്കണം. PC പറയുമ്പോൾ കുറേ വയറും ഇതൊന്നും മറ്റു മറിച്ചൊക്കെ ഉണ്ടാവും. എപ്പോഴും ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും അങ്ങനെ പറ്റും. പിന്നെ സ്ട്രീമേഴ്സ് ആവുന്ന ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക PC കാരം. കാരണം വെച്ചാൽ ലൈവായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ FPS ഡ്രോപ്പ് ഒന്നും തീരല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PC കാരം ബെറ്റർ. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ സ്ട്രീമിംഗ് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ GTA 6 ഒക്കെ ഇറങ്ങാൻ നിൽക്കുന്ന ടൈം തന്നെ ഇനിയിപ്പോൾ ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കാര്യം എല്ലാവരും സ്ട്രീം ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ റെക്കമെൻഡ് ചെയ്യുക PC കാരൻ. ഇതിൽ സ്ട്രീം ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പറ ഞാൻ GTA 5 ഇത് 1080p സ്ട്രീം ചെയ്ത് കാണിച്ചുതരാം, ഒരു കുഴപ്പമില്ല, ഇത് മാനേജ് ചെയ്യും. അപ്പോൾ എനിക്കൊരു 60 to 80, 80 to 100 FPS ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു കുഴപ്പമില്ല, മാനേജ് ചെയ്യും. ഒരു 3 to 4 to 5 മണിക്കൂറൊക്കെ വേണമെങ്കിൽ സ്ട്രീമും ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ചെയ്തുതരാം. പക്ഷെ എന്താ വെച്ചാൽ റെക്കമെൻഡഡ് അല്ല. ഇതിൽ DLSS 3 ഉണ്ട് എന്നുള്ള സത്യം. പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പോൾ വെബ് ക്യാമും ഓഡിയോയും സ്ക്രീൻ റെക്കോർഡിങ്ങും ഗെയിം പ്ലേയും സ്ട്രീമിങ്ങും
ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ റോ പെർഫോമൻസിൽ കുറച്ചും പാടെ ബെറ്റർ പി സി ആയിരിക്കും. കുറച്ചും പാടെ അല്ല, കുറച്ചും കൂടെ നല്ല ബെറ്റർ പി സി കാരം, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ. പിന്നെ നമ്മൾ ലാസ്റ്റ് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഒരു ലാപ്പ് എടുക്കണമെന്നുള്ള കാര്യങ്ങൾക്ക് ഏകദേശം ഒക്കെ ഈ ലാപ്പ് എടുക്കാനുള്ള ആർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ? സ്റ്റുഡൻ്റ് ആയിരിക്കണം. പിന്നെ അയാൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളെ ഗോൾഡൻ സാധനം. ഓക്കെ, BCA സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലത്തെ സാധനങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഫ്രീലാൻസിങ്, ട്രേഡിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും, പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം അതും നടക്കും, എനിക്ക് ഗെയിമിങ് ചെയ്യണം അതും നടക്കും. ഇതൊരു ഓൾറൗണ്ടറാണ്, മനസ്സിലായല്ലോ. പിന്നെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ PC ഓർ ഗെയിമിംഗ് ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് ഒരു ലക്ഷ്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് മാത്രമേ കയറാം, പിന്നെ വർക്കുകൾ മാത്രമേ കയറാം. അപ്പോൾ ഓൾക്ക് പറഞ്ഞാൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഓൾക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. നമ്മളെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരു 30 വയസ്സിന് മേലെ ആൾക്കാർക്ക് ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഓൾക്ക് മാക്ക് എടുക്കുക നല്ലത്. കാരണം മാക്കിന് 6 to 8 hours ബാറ്ററി ഹെൽത്ത് എന്ത് കിട്ടും, നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാതെ തന്നെ കിട്ടും, മനസ്സിലായോ. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എന്നൊക്കെ ചില ലാപ്പുകളിൽ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ച മോഡൽ അത്ര ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. അത് അതിൻ്റെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു ലെനോവോ ഒക്കെ പറഞ്ഞാൽ എൻ്റെ വാപ്പാൻ്റെ ബ്രാൻഡല്ല, അപ്പോൾ എനിക്ക് തള്ളേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആണോ ചോദിച്ചാൽ 93 ഇപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണെന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് പർച്ചേസ് ചെയ്താലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനൊന്നും പോകണില്ല. കാരണം ഇതിൽ അത്യാവശ്യം നല്ല കാര്യമാണ്. ഇതിൻ്റെ ആയപ്പോൾ 2029 to 2030 വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഈസി ചെയ്യാണ്ട്. അത്ര കാലം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ഉത്തരം കിട്ടിക്കുമല്ലോ. നിങ്ങൾക്ക് ഗെയിമിംഗ് PC ആണോ, മാക്ക് ആണോ, ഗെയിമിംഗ് ലാപ്പ് ആണോ എന്നുള്ളത്. ഗെയിമിംഗ് ലാപ്പിനുള്ള യൂസേഴ്സ് ആരാ, മനസ്സിലായി. PCക്കുള്ള യൂസേഴ്സ് ആരാ, മനസ്സിലായി. മാക്കിനുള്ള യൂസേഴ്സ് ആരാ, മനസ്സിലായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി തോന്നുന്നത്. ഈ ഇതിൽ എഡിറ്റിംഗ് എങ്ങനെ ഉണ്ടാവും, ഗെയിമിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു, ഡീമെറിറ്റ്സ് പറഞ്ഞു, PC വേണോ ഗെയിമിംഗ് എന്തുവാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സ്പെക്കും പറഞ്ഞു. പിന്നെ മിനിമം വേരിയൻ്റ് എടുക്കേണ്ട എന്താണെന്നുള്ളത് അതും ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 70,000 90,000 എന്ന് പറഞ്ഞാൽ അത്ര സില്ലി ക്യാഷ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പാരൻസിൻ്റെ ക്യാഷൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് വെറുത്താണോ, ഇതിനുള്ള യൂസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, എനിവേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്തതാലേക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയാം. വേണമെങ്കിൽ ഞാനൊരു ടോപ്പ് 5 ഗെയിമിംഗ് ഫോൺസ് അല്ലെങ്കിൽ ടോപ്പ് 5 ഗെയിമിംഗ് ലാപ്പ് എന്നുള്ള നെക്സ്റ്റ് വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം ലെനോവോ LOQ എന്നാൽ ലാപ്ടോപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, അതോ നിങ്ങൾ എടുക്കണമെന്നില്ലെങ്കിൽ ആൻസർ നിങ്ങൾക്ക് കിട്ടി ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. ഞാൻ തന്നെ വീർത്തു കഴിഞ്ഞ് സംസാരിച്ച് ഇവിടെയാണ് ഫാൻ ഇടാൻ പറ്റില്ല റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ബൈ.